എല്ലാവർക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ഞാൻ ഒത്തിരി നാളുകളായി വീഡിയോ ഇട്ടിട്ട് ഇടാൻ ഇന്നൊരു കാരണമുണ്ടായി. കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിൽ 2-3 മെസ്സേജ് വന്നു. മറ്റൊന്നുമില്ല, ദൈവജനത്തെ ചതിക്കുന്നതായ ചില ദേവദാസന്മാർ വചനം പഠിപ്പിച്ച് ഉപദേശം കൊടുത്ത് അവരെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിന് പകരം അവരെ തെറ്റിലേക്ക് നയിക്കുന്ന ചില കാഴ്ചകൾ ഞാൻ കാണുവാനിട വന്നു. സ്വർണവും പണവും നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഇവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു ഒരു ദേവദാസൻ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചിട്ടിരുന്നപ്പോൾ ദൈവം സംസാരിച്ചത് അത് മൊബൈലിൽ പിടിച്ച് കൊണ്ടുവന്ന് മെയ്ക്കിൽ കൂടി ഓഡിയൻസിനെ കേൾപ്പിക്കുന്നു, വിശ്വാസികളെ കേൾപ്പിക്കുന്നു. വിശ്വാസികൾ കബളിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസികൾക്ക് അറിയില്ല, ആ പാവത്തങ്ങൾക്കൊന്നും അറിയില്ല. ഈ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും കൂടി ചേർന്ന് ഈ ദൈവരാജ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, അന്തിമ കാലഘട്ടം, ദൈവരാജ്യത്തിലേക്ക് പോകുന്ന വാതിൽ അടച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇങ്ങനെയുള്ള ഈ കള്ളപ്രവാചകന്മാരെ, ഈ കള്ളക്രിസ്തുക്കളെ നമ്മൾ സൂക്ഷിക്കുക. അന്തിമ സമയന ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു, ആരും നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു. അനേകരുടെ പേരെടുത്ത് വരുമെന്ന് പറഞ്ഞു. ആരും നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കാൻ യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരിടത്തും പോകണ്ട, അവനാൽ പ്രാപിച്ച അഭിഷേകം മതി. നമ്മൾ സകലത്തിൽ ഉപദേശിച്ച്, ഒരാളുടെ ഉപദേശം വേണ്ട. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിൾ വായിക്കുക, ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇവിടെ ഒരു വചനം പറയുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. കണ്ടോ, അത്രയും ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്ന സ്ഥലത്തേക്കാണ് ജനം പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു പറയുന്നത്, ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും. അവൻ വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. ഇന്ന് ജനത്തിന് ഉപദേശമില്ലാതെ ജനം തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ തെറ്റിലേക്ക് അടുക്കുകയാണ്. ഇവർക്ക് പൈസ മതി. നിങ്ങൾ ആ മുകളിൽ നിന്ന് താഴത്തോട്ടിറങ്ങി. ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മുകളിൽ താഴത്തേക്ക് ഇറങ്ങി ആ ദൈവവേല ആ പൊരിഞ്ഞ വെയിലത്ത് നടന്നു പറ, ജനത്തിന് പിടിപ്പിക്കുക. അല്ലാതെ ജനത്തിനെ പിഴിഞ്ഞ് നിങ്ങൾ കൊടുക്കില്ല. നിങ്ങൾക്കും കൊടുക്കാം. ഇത് ഒരു ഭാഗമാണ്. നിങ്ങൾ മേടിക്കാനും കൊടുക്കുക, കിട്ടുന്നതിൽ കൂടുതൽ കൊടുക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മിനിസ്ട്രി പ്രവർത്തനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. മെലിത്തായൻ ക്രൈസ്റ്റിൽ കൂടി പല സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ദൈവദാസന്മാരൊക്കെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് അവരത് ചെയ്യുന്നുണ്ട്. ഞാനതിലൊരു പങ്കുകാരിയാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഈ എളിയവർക്ക് ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. എളിയവർക്ക് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾ എപ്പോൾ നിനക്ക് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, എളിയവർക്ക് ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് ചെയ്തത്. ഇന്നെവിടെ എളിയവരോട് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വണ്ടി പൈസ സാധുക്കൾ നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. കാണാതെ പോകരുത് കേട്ടോ. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയൊരു പ്രവൃത്തി പോലും സ്വർഗം കാണുന്നുണ്ട്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്ത് കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്ത് അഴിഞ്ഞിരിക്കും. നമ്മൾ കാണാതെ പോകരുത്. ഇവിടെ ഓരോരുത്തരും ഇറ്റലിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നത്, ഇതെന്താണ് നിങ്ങളുടെ പ്രാർത്ഥനക്കാരെന്താണ്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വീടിൻ്റെ വാതിക്കൽ വേളാങ്കണ്ണി പോകാൻ നേർച്ച ചോദിച്ചു വരും, പഴനി പോകാൻ നേർച്ച ചോദിച്ചു വരും. അവർ അത് തെണ്ടി ഞങ്ങൾ പോകാൻ നേർച്ച നിറഞ്ഞേക്കും. ഇതവർ ഈ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് ഈ വേർതിരിച്ച ജനം കാണിക്കുന്ന എന്താണ്, അവർ വീടുകൾ കയറുമ്പോൾ നിങ്ങൾ അകത്തിരുന്ന് തന്നെ. അതിൻ്റെ ആവശ്യമില്ല. കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് എന്താ നമ്മളോട് പറയുന്നത്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾ അപ്പം തിരക്കില്ല. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത് എന്തിനാണെന്നറിയാം? ദൈവത്തിൻ്റെ വേല ചെയ്യുവാനാണ്. ദൈവത്തിൻ്റെ വേല ചെയ്യുവാനാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. പിന്നെ നമുക്ക് ഈ അഴിഞ്ഞു പോകുന്ന, ഈ കത്തിച്ചാമ്പലാൻ പോകുന്ന ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം നേടിയാലും ഒന്നും കൊണ്ടുപോകില്ല. നമ്മൾ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ
നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്ത് എന്ന് ചോദിക്കുന്നതിന് മറുപടി നമുക്ക് കൊടുക്കേണ്ടി വരും. ദൈവം അതാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. ഒരുപാട് ദൈവദാസന്മാർ, ഒത്തിരി നന്മകൾ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അവരൊന്നും ഞാൻ തള്ളുന്നില്ല കേട്ടോ. അവർ കൊടുക്കുന്നുണ്ട്. അത് ശരിയായ യഥാർത്ഥമായ വിശ്വാസമാണ് അവരിൽ ഭരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹമുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കിടന്ന് ഉരുണ്ട് വീണ് രോഗം മാറി, നടുവേദന മാറി എന്നൊക്കെ പറഞ്ഞ് എന്ത് പോഷത്വമാണ് നിങ്ങൾ കാണിക്കുന്നത്? കർത്താവ് എവിടെയെങ്കിലും ഒരു അത്ഭുതം ചെയ്തിട്ട് കർത്താവ് പറഞ്ഞ നീ മിണ്ടരെന്ന് പറഞ്ഞു. നീ നിന്നെ തന്നെ നിൻ്റെ ഭവനത്തിൽ പോയി നിൻ്റെ അപ്പനമ്മനോടും പറയാൻ പറഞ്ഞ് കർത്താവ് ചെയ്തത്. മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. അങ്ങനെയല്ല, നിങ്ങൾ ചെയ്തോ. നിങ്ങളുടെ സഭയിൽ വരുന്നവരോട് തെണ്ടുകയോ അല്ല സഭയിൽ എന്ത് വേണമെങ്കിലും പഠിപ്പിച്ചോ. നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾ ഇടരുതേ എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുകയാണ്. കഴിയുമെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. കാരണം മതിയായി, കേട്ട് മതിയായി. ദൈവമക്കളെന്ന് പേരെടുത്ത്, ദൈവത്തിൻ്റെ മക്കളെന്ന് പേരെടുത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഈ ദൈവജനത്തോടാണ് ഞാൻ ഈ പറയുന്നത്. വളരെ വിഷമം കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് പണിയൊന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും പോലെ കിളക്കേ വല്ലതും ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്ന് ഈ യൂട്യൂബിലിട്ടൊക്കെ ഇങ്ങനെ ജനത്തിനെ ഇങ്ങനെ മറ്റുള്ള ജാതികളായി അവർ ഞങ്ങളോട് ചോദിക്കുന്നു. ഈ വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്തവരുണ്ട്. അവരൊക്കെ എന്നോട് ചോദിക്കുന്നു, ഇതെന്താ നിങ്ങളുടെ പ്രാർത്ഥനക്കാർ കാണിക്കുന്നത് എന്താണ്? ഞങ്ങൾ മിലിയത്തിൽ ഞങ്ങൾ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഒരു മിഠായി കിട്ടിയാൽ അതെല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്നതാണ് അവിടുത്തെ ദൈവദാസന്മാർ. സ്നേഹം എന്താണെന്ന് പഠിച്ചു. എല്ലാവരും ഒരുപോലെ കൊണ്ട് നടക്കുന്ന ദൈവദാസന്മാർ. അവർക്ക് കിട്ടുന്നതിലൊരു ഓഹരി സാധുക്കൾക്ക് കൊടുക്കുവാൻ ഒരു മടി പോലും കൂടാതെ ചെയ്യുന്ന ദൈവദാസന്മാർ. അതാണ് യഥാർത്ഥ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ദൈവദാസന്മാരും തള്ളപ്പെടണേണ്. അനേകം നല്ല ദൈവദാസന്മാരുണ്ട്, ഒത്തിരി ഉണ്ട് നല്ല ദൈവദാസന്മാർ. അവരൊക്കെ തള്ളപ്പെട്ടു പോണേ. ഇങ്ങനെയുള്ള ഈ മോഷ്ടാക്കൾ ഇവിടെ പറയുന്നുണ്ട്, തെറ്റിക്കരുത്. എൻ്റെ നാമം ചൊല്ലി വരും, അത്ഭുതങ്ങൾ കാണിക്കും, അടയാളങ്ങൾ കാണിക്കും. പിന്നെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ശവമുള്ളെടുത്ത് കഴുക്കളും കൂടും. ശവം ഉള്ളെടുത്ത് കഴുക്കളും കൂടും. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലതയാണ്. അതിൽ കൂടി കടക്കാൻ അനേകർ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ജീവങ്കലേക്ക് പോകുന്നത് നെടുക്കവും ഞെരുക്കവുമാണ്. അതിൽ കൂടി കിടക്കാൻ ജനങ്ങൾ അധികം ഉണ്ടാകില്ല കേട്ടോ. ദൈവം രണ്ട് വഴി വെച്ചിട്ടുണ്ട്, നന്മയും വെച്ചിട്ടുണ്ട്, തിന്മയും വെച്ചിട്ടുണ്ട്. ഏത് വഴി നമുക്ക് സ്വീകരിക്കാം. എങ്കിലും ഞാനൊന്ന് നിങ്ങളോട് പറയാം, ഇവരുടെ മുൻപിൽ പോയി കൈയടിക്കുകയും പാടുക ആരാധിക്കുകയും ചെയ്യുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിൾ എടുത്ത് വായിക്കുക. ആരും നിങ്ങൾ ഉപദേശിക്കേണ്ട, അവനാൽ പ്രാപിച്ച അഭിഷേകം മതി സകലത്തിൽ ഉപദേശിച്ചത്. അഭിഷേകം മതി ഉപദേശിക്കാൻ. വചനം വായിച്ച് ദേനിക്ക് ദൈവം അതിൽ കൂടി നമ്മളോട് സംസാരിക്കും. ആരും വേണ്ട കേട്ടോ. നിങ്ങൾ പോയി നശിക്കല്ലേ. ആ ദൈവരാജ്യത്തിൽ നിങ്ങൾ കടക്കാൻ നമുക്ക് ഒരുമിച്ച് ആ സ്വർഗരാജ്യം ദൈവത്തിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഇവർക്കുള്ളത് എന്താണെന്നറിയാം. ഇവരതിൽ നിന്ന് രക്ഷപ്പെട്ട് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ ഒരു പക്ഷേ ഇവർക്ക് കയറിപ്പോകാം. അല്ലെങ്കിൽ നരകം ഒരുക്കിയിരിക്കുന്നത് സാത്താനും അവൻ്റെ കൂട്ടാളിക്കുമാണ്. ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. അതിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. എവിടെയെങ്കിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഏതൊരു സഭയുണ്ടെങ്കിലും നിങ്ങൾ അവിടെ നിന്നൊക്കെ മാറി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭകളിൽ പോകണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ സന്ദേശം ഞാനിവിടെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.